എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. കെ എം മാണി കോഴ വാങ്ങി എന്ന് വിശ്വസിക്കുന്നതായി പ്രസംഗിച്ച ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയേൽ മലക്കം മറിഞ്ഞു. ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല ഈ കോഴ വാങ്ങിയെന്ന്. ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുവാൻ നിർബന്ധിതരാകുകയാണ്. ഈ കോഴ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. വിവാദങ്ങളിൽ മാധ്യമങ്ങളെ പഴിച്ച് ബിഷപ്പിന്റെ തിരുത്ത്. മാണി ആദർശത്തിന്റെ ആൾരൂപമെന്ന് വാർത്താക്കുറിപ്പ്. കെ എം മാണിക്കെതിരെ കേസെടുക്കണമോ എന്ന് വിജിലൻസ് നിയമോപദേശം തേടും. ജമ്മുകാശ്മീരിന് രക്തപങ്കില ദിനം. 4 ഭീകരാക്രമണങ്ങളിൽ 16 പേർ കൊല്ലപ്പെട്ടു. ഉറിയിൽ പൊലിഞ്ഞത് 10 സുരക്ഷാ ഉദ്യോഗസ്ഥർ. പാകിസ്ഥാന് ഭീകരരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യ സഹായിക്കാമെന്ന് രാജ്നാഥ് സിംഗ്. നരേന്ദ്രമോദി കരസേനാ മേധാവിയുമായി സ്ഥിതി വിലയിരുത്തി. വർഗീയ പ്രസംഗം നടത്തിയ നിരഞ്ജന ജ്യോതിയുടെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റിനകത്തും പുറത്തും വൻ പ്രതിഷേധം. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വായ് മൂടിക്കെട്ടി സമരം ചെയ്തു. ഇരുസഭകളും പ്രക്ഷുബ്ധം. പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി. വി ആർ കൃഷ്ണയ്യർക്ക് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. കൃഷ്ണയ്യർക്ക് ആദരമർപ്പിച്ച് നിയമസഭ പിരിഞ്ഞു. റിപ്പോർട്ടർ ജനനായക പുരസ്കാര നോമിനേഷനുകൾ പ്രഖ്യാപിച്ചു. മികച്ച MLA ആകാനുള്ള മത്സരത്തിൽ 10 പേർ. മികച്ച മന്ത്രിക്കുള്ള നോമിനേഷൻ 4 പേർക്ക്. ജനനായകനും എക്കാലത്തെയും മികച്ച മുഖ്യമന്ത്രിക്കും 4 വീതം നോമിനേഷനുകൾ. മന്ത്രി കെ എം മാണി കോഴ വാങ്ങിയതായി വിശ്വസിക്കേണ്ടി വരികയാണെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ചെയർമാൻ ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയിൽ. സർക്കാരിന്റെ പുതിയ നിലപാട് മാറ്റത്തിൽ കോഴ ആരോപണം വിശ്വസിക്കാൻ തങ്ങൾ നിർബന്ധിതരാകുകയാണ് എന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. KCBC മദ്യവിരുദ്ധ സമിതിയുടെ കോട്ടയത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് മദ്യനയത്തിൽ മാറ്റങ്ങൾ വരുത്താനൊരുങ്ങുന്നതിനെതിരെ സഭാ നേതാക്കൾ ആഞ്ഞടിച്ചത്. മന്ത്രി കെ എം മാണി കോഴ വാങ്ങിയെന്ന ആരോപണം ഇതുവരെ തങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ നിലപാട് മാറ്റത്തോടെ കോഴ ആരോപണം വിശ്വസിക്കാൻ നിർബന്ധിതരാകുകയാണെന്നും മദ്യവിരുദ്ധ സമിതി ചെയർമാൻ ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയേൽ പറഞ്ഞു. ഇന്ന് ഈ മദ്യനിരോധനത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല ഈ കോഴ വാങ്ങിയെന്ന്. ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുവാൻ നിർബന്ധിതരാകുകയാണ്. ഈ കോഴ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇല്ല എങ്കിൽ ഈ നിരോധനത്തിൽ നിന്ന് പിൻവാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇതിനു പിന്നാലെ മുൻ നിലപാട് തിരുത്തി കെ എം മാണി കോഴ വാങ്ങിയെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന വിശദീകരണവുമായി ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയേൽ രംഗത്തെത്തി. അവർ പിൻവാങ്ങിയിട്ടില്ലല്ലോ. അവര് അങ്ങനെ ഒരു എടുത്തിട്ടില്ല. അങ്ങനെ പിൻവാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ആലങ്കാരികമായിട്ട് പറയുന്നതല്ലേ. അവർ പിൻവാങ്ങിയിട്ടില്ല. കാരണം മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ള, അങ്ങനെ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്. അല്ലാതെ അവർ പിൻവാങ്ങിയിട്ടില്ലല്ലോ. റിപ്പോർട്ടർ കോട്ടയം. ഫാദർ അബ്രഹാം കാവിൽപുരയിടം താമരശ്ശേരി രൂപതയുടെ വക്താവ് ടെലിഫോണിൽ. ഫാദർ അബ്രഹാം കാവിൽപുരയിടം, മദ്യവിരുദ്ധ സമിതിയുടെ യോഗത്തിൽ കെ എം മാണി കോഴ വാങ്ങിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ മദ്യനയത്തിലെ പിന്നോട്ടു പോക്കോടുകൂടി ഞങ്ങൾ അത് വിശ്വസിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നു എന്ന് ബിഷപ്പ് പറഞ്ഞിടത്ത് നിന്ന് മണിക്കൂറുകൾക്കകമാണ് പിന്മാറ്റം. എന്തേ അങ്ങനെ ഒരു പിന്മാറ്റം? വലിയ സമ്മർദ്ദമുണ്ടായോ? അതായത് ഈ സമ്മർദ്ദവും പിന്മാറ്റവും ഒക്കെ വളരെ പ്രത്യേകിച്ച് ഇന്ന് റിപ്പോർട്ടർ ചാനലിന്റെ വലിയൊരു കണ്ടുപിടുത്തമാണ്. കാരണം ഒത്തിരിയേറെ രാഷ്ട്രീയ നേതാക്കന്മാരെ കോട്ട് ചെയ്തതും അതുപോലെ തന്നെ ബിഷപ്പിന്റെ മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായെന്നും പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയൊരു ഒരു തന്ത്രം ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ വലിയൊരു വ്യഗ്രത. ഞാൻ ഏതായാലും വളരെ സ്നേഹത്തോട് ഈ സുഹൃത്തിനോട് പറയട്ടെ. ബിഷപ്പ് പറഞ്ഞു, അതായത് ഇങ്ങനെയൊരു നയമാറ്റം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും കോഴ വാങ്ങി എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ നിർബന്ധിതരായിത്തീരും, ജനങ്ങൾ വിശ്വസിക്കാൻ നിർബന്ധിതരായിത്തീരും. എന്താണ് അതിന്റെ ഫാദർ? തെറ്റിദ്ധരിക്കാൻ എന്ന വാക്കല്ല, ആളുകൾ കേട്ടതാണല്ലോ. ഇതൊക്കെ റെക്കോർഡഡ് ആണ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്. ഞങ്ങൾ വിശ്വസിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് എന്നാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഇദ്ദേഹത്തിന് ഇപ്പൊ അതൊന്നും എന്നെ ഒന്ന് കേൾപ്പിച്ചുതരാൻ പറ്റും? റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചുതരാൻ പറ്റുമോ? വിശ്വസിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മലയാള ഭാഷയിൽ? ഫാദർ, വിശ്വസിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിത്തീരുന്നു. വിശ്വസിക്കാൻ നിർബന്ധിതരായി അങ്ങനെ സംഭവിച്ചാൽ ഒരു കണ്ടീഷണൽ ക്ലോസ് എന്നുള്ളത് ഏത് മലയാള വ്യാകരണത്തിൽ അറിയത്തില്ലാത്തത്? സർക്കാർ ഈ പ്രഖ്യാപിത നയത്തിൽ നിന്നും പുറകോട്ട് പോയാൽ ഈ കാര്യങ്ങൾ കോഴ വാങ്ങിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ നിർബന്ധിതരായി തീരുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അദ്ദേഹം വിശദീകരണ കുറിപ്പിറക്കിയത്. ഇതൊരു പൊതുജനത്തിനൊരു ആശങ്കയാണ്. ഫാദർ, ഒന്ന് ഇതിൽ പിന്നോട്ട് പോയാൽ എന്നുള്ളതല്ല, പിന്നോട്ട് പോയി. 2, വിശ്വസിക്കാൻ നിർബന്ധിതരായേക്കും എന്നുള്ളതല്ല, നിർബന്ധിതരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ. അതായത് പിന്നോട്ട് പോയാൽ എന്നുള്ള കണ്ടീഷണൽ ക്ലോസ് ഉണ്ടല്ലോ അവിടെ. പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ നിർബന്ധരായി തീരുന്നു. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്,
ഇതാണ് ഇതിന്റെ വസ്തുത. അദ്ദേഹം നമ്മളിവിടെ ഇന്ന് KCBC മദ്യവിരുദ്ധ സമിതി അവിടെ കൂടിയിട്ട് എന്താ തീരുമാനിച്ച KM മാണി കോഴ വാങ്ങിയല്ലേ എന്നല്ല അവരുടെ ചർച്ച വന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത മദ്യനയത്തിൽ നിന്ന് ഇത് പിന്നോട്ട് പോയോ ഇല്ലയോ. അങ്ങനെ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നിലപാട് സ്വീകാര്യമല്ല, അത് പൊതുജനത്തിന് സ്വീകാര്യമല്ല, അത് വിശ്വാസ്യതയ്ക്ക് പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങി എന്ന് വിശ്വസിക്കേണ്ടതായിട്ട് വരും, നിർബന്ധിതമായി തീരും. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് പൊതുജനത്തിന്റെ ഒരു ആശങ്കയാണ് ഇവിടെ പ്രകടമാക്കിയിരിക്കുന്നത്. അങ്ങനെ സർക്കാരിന്റെ പ്രഖ്യാപിത മദ്യനയത്തിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കാനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകന്റെ, പ്രത്യേകിച്ച് KCBC മദ്യവിരുദ്ധ സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഒരു പ്രകടനം കൂടി അദ്ദേഹം ചെയ്തത്. റൈറ്റ്, ദയവായി തുടരുക. നമുക്ക് അദ്ദേഹം കൃത്യമായി എന്താണ് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന്റെ ആ സംഭാഷണ ശകലം ഒരിക്കൽ കൂടി കേൾക്കാം. ഈ ആരോപണം ഇതിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി 20 കോടി രൂപയാണ് ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് വ്യത്യസ്തമായ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, അതിനുള്ള തീരുമാനമെടുത്തു, അത് കൊടുത്തു ധനകാര്യമന്ത്രിക്ക് ഒരു ഭാഗം. നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചു, അത് നിഷേധിക്കുകയും ചെയ്തു. ഇന്ന് ഈ മദ്യനിരോധനത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല ഈ കോഴ വാങ്ങിയെന്ന്. ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുവാൻ നിർബന്ധിതരാകുകയാണ് ഈ കോഴ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന്. ഇല്ല എങ്കിൽ ഈ നിരോധനത്തിൽ നിന്ന് പിൻവാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഫാദർ, ഇത് എപ്പോഴെങ്കിലും പിന്മാറിയേക്കുമോ എന്ന ഭയം കൊണ്ടല്ല, മറിച്ച് മദ്യവിരുദ്ധ സമിതിക്ക് ഈ മദ്യനയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയിരിക്കുന്നു എന്ന ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. അതായത് വാക്കുകൾ, നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണല്ലോ, നിങ്ങൾ എത്രയേറെ വാർത്തകളെ വിശകലനം ചെയ്യുന്നതും വാർത്തകളെ അപഗ്രഥിക്കുന്നവരുമാണ്. ഇപ്പൊ നമുക്ക് ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ പ്രഖ്യാപിത മദ്യനയത്തിൽ നിന്ന് സർക്കാർ പുറകിലേക്ക് പോയതായിട്ടുള്ള തീരുമാനം വന്നിട്ടുണ്ടോ? അപ്പൊ ഇന്നത്തെ KCBC മദ്യനിരോധന സമിതി വിരുദ്ധ സമിതിയുടെ ചർച്ചയിൽ ഇന്ന് രാവിലെ മുഴുവൻ അവർ ചർച്ച ചെയ്ത കാര്യമാണ്. ഗവൺമെന്റ് പിൻവലിയാൻ പോകുന്ന സാഹചര്യം അവര് ചർച്ച ചെയ്തു. അവർ ചർച്ച ചെയ്ത ആ ചർച്ചയുടെ ഒരു ആശങ്കയാണ്, ഉത്കണ്ഠയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. നമ്മൾ ഏതൊരു വാക്കുകളെയും ഏത് സാഹചര്യത്തിലാണ് ആ വാക്കുകൾ വരുന്നത്, എന്ത് ഉദ്ദേശത്തോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെ എന്നോട് പറയേ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിത മദ്യനയത്തിൽ നിന്ന് പുറകിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തോ ഇല്ലയോ? ശ്രീ എബ്രഹാം കാവിൽപുരയിടം, നിയമസഭയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്നലെ വ്യക്തമാക്കിയത് പ്രായോഗികമായ കാര്യങ്ങൾ കൂടി പരിഗണിച്ച്, തൊഴിൽ പ്രശ്നം കൂടി പരിഗണിച്ച് സർക്കാരിന് മദ്യനയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി തന്നെ അക്കാര്യം വ്യക്തമാക്കുമ്പോൾ വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ നിലവിലുള്ള മദ്യനയം സർക്കാർ മാറ്റുകയാണ് എന്നുള്ളതാണല്ലോ. നിയമസഭയിലാണ് ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുന്നത്. ഞാൻ അത് തന്നെയാണ് ഇദ്ദേഹത്തോട് പറഞ്ഞു വരുന്നത്. ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ചില പ്രായോഗികത കണക്കിലെടുത്ത മദ്യനയത്തിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം. മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സർക്കാർ തീരുമാനം വന്നിട്ടില്ല. അപ്പോൾ ഈ വന്നേക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവന മദ്യവിരുദ്ധ സമിതിയുടെ യോഗത്തിൽ നിന്ന് ചർച്ച ചെയ്യുകയുണ്ടായി. മദ്യനയത്തിൽ നിന്ന് സർക്കാർ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമായിട്ട്, അതിന്റെ ഒരു സൂചനയായിട്ട് അത് വിലയിരുത്തപ്പെട്ടു. ആ വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് പിതാവ് പറയുന്നത് അങ്ങനെ പുറകിലേക്ക് പോയാൽ നിർബന്ധമായിട്ടും ഇതിങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുവാൻ അല്ലെങ്കിൽ ഇങ്ങനെ വിശ്വസിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിത്തീരുന്നു. അപ്പോഴും ഫാദർ എബ്രഹാം കാവിൽപുരയിടം, ഈ മദ്യനയം രൂപീകരിച്ചതോ ഇപ്പോൾ മദ്യനയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതോ KM മാണി അല്ലല്ലോ. KM മാണി ഈ വിഷയത്തിൽ കോഴ വാങ്ങിയെന്ന് ആരോപണം നേരിടുന്ന ഒരാൾ മാത്രമാണ്. ധനകാര്യമന്ത്രി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ KM മാണിയെ പരാമർശിക്കേണ്ടി വരികയും പിന്നീട് അദ്ദേഹം സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമാണല്ലോ എന്ന് വാർത്താക്കുറിപ്പ് കൊടുക്കുകയും ചെയ്യുന്നതാണ് മനസ്സിലാകാത്തത്. അതായത് നിങ്ങൾ എന്താണ് ഇവിടെ ഈ കേരളത്തില് ആര് കോഴ വാങ്ങി എന്നുള്ളത് ഇവിടെ വാർത്ത വന്നത്? KM മാണി കോഴ വാങ്ങി എന്നുള്ള വാർത്ത വന്നു. അത് KM മാണിയുടെ പേര്, ധനമന്ത്രിയുടെ പേര് പരാമർശിച്ച് അദ്ദേഹം വന്നു. ഈ പത്രവാർത്തകളാണ് അദ്ദേഹം ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞത്. അങ്ങനെ വാർത്ത വന്നു, നമ്മളത് വിശ്വസിച്ചില്ല, അവർ കൊടുത്തു അവര് പറഞ്ഞു. സമൂഹത്തിൽ സംഭവിച്ച കാര്യം അദ്ദേഹത്തിന് പരാമർശിക്കത്തില്ലേ? പ്രസംഗത്തിൽ അദ്ദേഹം മറ്റുള്ളവർ പറഞ്ഞ് കോട്ട് ചെയ്തത് മുഴുവൻ അദ്ദേഹം KM മാണിയെ പറ്റി പരാമർശിച്ചാണ് നമുക്ക് വരുത്തി തീർക്കാൻ സാധിക്കുമോ? റൈറ്റ്. ഈ മദ്യനയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന വികാരം അല്ലെങ്കിൽ പിന്നോട്ട് പോയേക്കുമോ എന്ന ഭയം ഉണ്ടല്ലോ KCBCയെ സംബന്ധിച്ചും മദ്യവിരുദ്ധ സമിതിയെ സംബന്ധിച്ചും. നേരത്തെ ക്ലിമീസ് ബാവ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രഖ്യാപിച്ചത് ഇങ്ങനെയല്ലാത്ത മദ്യനയം അല്ലെങ്കിൽ ഈ ബാറുകൾ തുറക്കാനുള്ള തീരുമാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ സർക്കാരിൻ്റെ അന്ത്യമായിരിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ സംഭാഷണത്തിൽ റെമീജിയസ് ഇഞ്ചനാനിയിൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അത്തരത്തിൽ സർക്കാരിനെ ഒരു സമ്മർദ്ദ മുനയിൽ നിർത്തുക, സർക്കാരിനെ വളഞ്ഞു വെക്കുക, ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തുക, അങ്ങനെ ഒരു ഉദ്ദേശം സഭയ്ക്കുണ്ടോ?
സഭയ്ക്ക് അങ്ങനെ സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തി രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടം കൊയ്യണം എന്നുള്ള താല്പര്യമൊന്നും സഭയ്ക്കില്ല. സഭ ഇവിടെ നിരുദ്ധ അല്ലെങ്കിൽ നിർമ്മാർജ്ജന പ്രസ്ഥാനത്തിന് സഭ നേതൃത്വം കൊടുക്കുന്നതും KCBC മദ്യവിരുദ്ധ സമിതി പ്രവർത്തിക്കുന്നതും കേരളത്തിലെ സമൂഹം എത്രമാത്രം മദ്യത്തിന് അടിമയായിത്തീരുന്നു, സമൂഹത്തിന്റെ സംസ്കാരവും സമൂഹത്തിന്റെ ജീവിത രീതിയും കാഴ്ചപ്പാടും എത്രമാത്രം അധപതിച്ചിരിക്കുന്നു. ഇത് സമൂഹത്തിൽ നടന്ന വ്യത്യസ്തമായ സംഭവങ്ങളിലൂടെ എല്ലാ ചാനലുകളിലും വന്നതാണ്. ഇങ്ങനെ മദ്യത്താൽ അധപതിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങിയിട്ടുള്ള നാനാജാതി മതസ്ഥരായ മനുഷ്യരുടെ സംഘടനയിൽ പെട്ടതാണ് KCBC മദ്യവിരുദ്ധ സമിതിയും. അല്ലാതെ ഇത് സഭയുടെ മാത്രം ഒരു താല്പര്യമല്ല. ഒന്നാമത്തെ കാര്യം. 2, ജനാധിപത്യ സംവിധാനത്തിൽ ഭരിക്കുന്ന സർക്കാരിനോടാണ് ഏതൊരു സമരത്തിനും ഏതൊരു ആവശ്യത്തിനും വേണ്ടി ഇറങ്ങുന്ന സംവിധാനങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ഈ പൊതുജന നന്മയ്ക്ക് വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനിക്കണം. ചില ഘട്ടങ്ങളിൽ സർക്കാരിന്റെ മറ്റു ചില താല്പര്യങ്ങളും ലാഭങ്ങളും പരിഗണിക്കുമ്പോൾ പൊതുജന നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനം പലപ്പോഴും വരുന്നില്ല എന്നുള്ളത് ഞാൻ ഇദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം വേണ്ട. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാമുദായിക സംഘടനകൾക്കും മതനേതാക്കൾക്കൊക്കെ പ്രതികരിക്കേണ്ടി വരും, അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമാണ്, സാധാരണമാണ്. പക്ഷേ ഇവിടെ സർക്കാരിലുള്ള സമ്മർദ്ദ ശക്തി ഉപയോഗിച്ച് സർക്കാരിനെ ആകെ വിറപ്പിച്ചു നിർത്തുക എന്ന അവസ്ഥയുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. സഭയെ സംബന്ധിച്ച് നിർണായകമായ സ്വാധീനമുണ്ട് കേരള കോൺഗ്രസിൽ. അതിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും സർക്കാർ രൂപീകരണത്തിലടക്കം സമുദായ സംഘടനകൾ ഇടപെടുന്നത് പുതിയ കാര്യമൊന്നുമല്ല, അത് എല്ലാവർക്കും അറിയാം. ഇവിടെ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിനെ വരച്ച വരയിൽ നിർത്തും എന്ന വാശി കത്തോലിക്ക സഭയെ സംബന്ധിച്ചുണ്ടോ? കത്തോലിക്ക സഭയ്ക്ക് അങ്ങനത്തെ ഒരു വാശിയില്ല. രണ്ടാമത്തെ കാര്യം, കേരള കോൺഗ്രസിന് കത്തോലിക്ക സഭയുമായിട്ട് യാതൊരുവിധ നൈയാമിക ബന്ധവുമില്ല. കേരള കോൺഗ്രസിലുള്ളവർ മുഴുവൻ കത്തോലിക്കരല്ല. കത്തോലിക്ക സഭയല്ല കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നത്. സഭയെയും അതുപോലെ തന്നെ സഭാ നേതാക്കന്മാരുടെ താല്പര്യത്തെയും പരിഗണിക്കുന്നത് കേരള കോൺഗ്രസ് മാത്രമല്ല. അത് ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാ പാർട്ടികളും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ സഭാ നേതാക്കന്മാരുടെയും മറ്റു മതസംഘടനകളുടെയും താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നവരാണ്. ഇത് കേരളത്തിലെ ജനാധിപത്യ സംവിധാനമാണ്. അതുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു സമ്മർദ്ദവും ഈ കാര്യത്തിലില്ല. തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന തീരുമാനമെടുക്കാൻ ജനാധിപത്യ രീതിയിലുള്ള സർക്കാരിനെ പ്രേരിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനുമുള്ള സമ്മർദ്ദമാണ് ഇത് എന്ന് കണക്ക് കൂട്ടിയാൽ അത് അങ്ങനെ തന്നെ എടുക്കുക. ശരിയായ സമ്മർദ്ദമാണെന്ന് കരുതാം. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ വിശ്വസിക്കുകയാണെങ്കിൽ സർക്കാർ ഈ മദ്യനയത്തിൽ വെള്ളം ചേർക്കാൻ പോവുകയാണ്, പ്രായോഗികത ചൂണ്ടിക്കാണിച്ച് കൂടുതൽ ഇളവുകൾ കൊടുക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഞായറാഴ്ച ഡ്രൈ ഡേ തുടങ്ങിയ കാര്യങ്ങൾ മാറ്റപ്പെട്ടേക്കാം. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സർക്കാരിനെ വീഴ്ത്തും എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് പോയിരുന്നു. അതേമാതിരി പുറത്ത് വലിയ സമരത്തിന് ഒരുങ്ങുന്നുണ്ടോ സഭ? തീർച്ചയായിട്ടും ഇപ്പോൾ എങ്ങനെ സമരം ചെയ്യുമെന്നോ എപ്രകാരം അതിനെ നേരിടുമെന്നോ സഭയ്ക്ക് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. KCBC മദ്യവിരുദ്ധ സമിതി പറയുന്നത് സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയം പൂർണ്ണമായിട്ടും നടപ്പിലാക്കണം. ഇത് സഭ മാത്രമല്ലല്ലോ പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് VM സുധീരൻ എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ്, അദ്ദേഹം കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല കയറിയിരിക്കുക, അദ്ദേഹം പറയുന്നത്, അതുപോലെ തന്നെ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട വിവിധ സംഘടനകൾ പറയുന്നത്, മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്, എന്തുകൊണ്ട് പൊതുജന സമൂഹത്തിൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കണക്കിലെടുക്കാതിരിക്കുന്നു? അല്ല, എല്ലാ അഭിപ്രായങ്ങളും കണക്കിലെടുക്കുന്നുണ്ട് ഫാദർ. ഇന്നിപ്പോൾ സഭ അഭിപ്രായം പറഞ്ഞു, അതുകൊണ്ട് സഭയുടെ കാര്യം ചോദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. VM സുധീരൻ നിലപാടെടുക്കുമ്പോൾ, മുസ്ലിം ലീഗ് നിലപാടെടുക്കുമ്പോൾ, മറ്റുള്ള ആളുകൾ നിലപാടെടുക്കുമ്പോൾ അതൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ദയവായി അങ്ങ് തുടരും എന്ന് ഞാൻ കരുതുന്നു. ശ്രീ VS സുനിൽകുമാർ, പ്രതിപക്ഷ നേതാവ് അടക്കം ബിഷപ്പിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തിരുന്നുവെങ്കിൽ KM മാണി സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമാണ് എന്ന വിശദീകരണം താമരശ്ശേരി രൂപതയിൽ നിന്ന് വന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ നയത്തെ പരാമർശിച്ച് ചില കാര്യങ്ങൾ, ഇങ്ങനെ നിങ്ങൾ ഈ നയത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത് എന്ന വിശദീകരണം വരുന്നു. എങ്ങനെ ഉൾക്കൊള്ളുന്നു ഇതിനെ? അല്ല, ബിഷപ്പിന്റെ പ്രസംഗം പച്ച മലയാളത്തിൽ നമ്മളെല്ലാവരും കേട്ടതാണ്. ആ പ്രസംഗത്തിനകത്ത് ഒരു അവ്യക്തത ഉണ്ടായിരുന്നില്ല, വളരെ വ്യക്തമാണ്. ഇനി ബഹുമാനപ്പെട്ട KM മാണി കോഴ വാങ്ങിയിട്ടില്ല എന്ന് ഇനി ബിഷപ്പല്ല, സാക്ഷാൽ യേശുക്രിസ്തു എന്ന് പറഞ്ഞാലും ഈ നാട്ടിലെ എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാം. ഈ ബാർ വിഷയത്തിൽ കേരളത്തിലെ മാണി അടക്കമുള്ള മന്ത്രിമാര് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, കൈക്കോഴ വാങ്ങിയിട്ടുണ്ട്. ബാർ വിഷയത്തിൽ ഇതുപോലെയുള്ള പല ആളുകളും പിൻവാങ്ങുകയും വെള്ളം ചേർക്കുകയും ചെയ്ത ആദ്യത്തെ കാര്യമല്ല. ഏറ്റവും അവസാനം ഈ വിഷയത്തിൽ വെള്ളം ചേർത്തും പിൻവാങ്ങിയതും ഈ ബിഷപ്പാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. നേരത്തെ ബിജു രമേശ് ഇതിൽ പല പ്രസ്താവന നടത്തി പിൻവാങ്ങി. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഗവൺമെന്റ് മദ്യനയത്തിൽ വെള്ളം ചേർത്തിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇവിടെ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഫാദറിന് പറയാൻ പറ്റുമോ? ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPI അടക്കമുള്ള പാർട്ടിയിൽ പറഞ്ഞ എന്താ, സമ്പൂർണ്ണമായ മദ്യനിരോധനം അപ്രായോഗികവും അശാസ്ത്രീയവുമാണ്. പക്ഷെ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചത് എന്താ, 10 കൊല്ലം കൊണ്ട് ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കും. രണ്ടാമത് പ്രഖ്യാപിച്ചത് എന്താ,
മദ്യം നിരോധനം പ്രായോഗികമല്ല, മദ്യവർജനമാണ് പ്രായോഗികം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ചത് എന്താ? ഇത് പ്രായോഗികമായിട്ട് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഇത് പിന്മാറുകയാണോ അതോ ശക്തമായി മുറുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ 312 ബാറുകൾ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ ഔദാര്യം കൊണ്ടല്ല, കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. സർക്കാർ പൂട്ടിയ ബാറുകളാണ്. ആ ബാറുകൾ അടയ്ക്കണമെന്നാണോ തുറക്കണമെന്നാണോ ഈ പറയുന്ന മദ്യവിരുദ്ധ സമിതിയുടെ അഭിപ്രായം? അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് 418 ബാറുകൾ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ബാറുകളും അടച്ചുപൂട്ടിക്കൊണ്ട് 5 സ്റ്റാർ ഹോട്ടലുകൾ മാത്രം പ്രവർത്തിച്ചാൽ മതി എന്ന അഭിപ്രായം ഇവിടുത്തെ മദ്യവർജന സമിതിക്കോ മദ്യവിരുദ്ധ സമിതിക്കോ നിരോധന സമിതിക്കോ ഉണ്ടോ? അഭിപ്രായം പറയണം. മാത്രമല്ല, സർക്കാർ ഇങ്ങനെ ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കുമെന്ന് പറഞ്ഞ ഗവൺമെന്റ് ആ തീരുമാനത്തിൽ നിന്ന് പതുക്കെ പിന്മാറി ഘട്ടം ഘട്ടമായി ബാറുകൾ പുനഃസ്ഥാപിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നത് യാദൃശ്ചികമാണെന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇത് ഗവൺമെന്റും ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്നവരും എല്ലാവരും ചേർന്നുകൊണ്ട് മദ്യം എന്നൊരു വലിയ ഒരു ആയുധം പ്രയോഗിച്ചുകൊണ്ട് സമ്പത്ത് സ്വരൂപിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നിഗൂഢ നിഷ്കൃഷ്ടമായിട്ട് ശ്രമം മാത്രമായിട്ട് ഇത് കാണാൻ ഗവൺമെന്റ് ചീഫ് പി സി ജോർജ് കൂടി ടെലിഫോൺ ലൈനിൽ. ശ്രീ പി സി ജോർജ്, ഇന്നിപ്പോൾ KCBC മദ്യവിരുദ്ധ സമിതി എടുത്തിരിക്കുന്ന നിലപാട് വളരെ കൃത്യമാണ്. നേരത്തെയും അവർ ആ നിലപാട് പ്രഖ്യാപിച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളതാണ്. മദ്യനയത്തിൽ വെള്ളം ചേർക്കാനാണ് ഒരുങ്ങുന്നതെങ്കിൽ ഞങ്ങൾ അതിനെ ചെറുക്കും പ്രതിരോധിക്കുമെന്ന കൃത്യമായ സന്ദേശമാണ്. KM മാണിക്കെതിരെ ഉയർന്ന കോഴ ആരോപണങ്ങൾ ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും എന്ന് പറയേണ്ടി വരുന്നത് ആ സാഹചര്യത്തിലാണ്. സർക്കാർ സമ്മർദ്ദത്തിലായോ ഒരിക്കൽ കൂടി? സർക്കാർ ഇങ്ങനെ സമ്മർദ്ദത്തിലാകാനാണ് ഈ കാര്യത്തിൽ ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല. ഐക്യജനാധിപത്യം തീരുമാനമുണ്ട്, ആ തീരുമാനം അതേ നടപ്പാക്കും. അതുകൊണ്ട് മനുഷ്യർ ആരും വിഷമിക്കണ്ട. ഇവിടെ ചില പ്രതിപക്ഷ കക്ഷികളും ചില മാധ്യമങ്ങൾ ചേർന്നുണ്ട്. ഞങ്ങൾ മദ്യം ഒരു നിമിഷം ടെലിഫോൺ ലൈനിൽ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം ഉടൻ തന്നെ. അഡ്വക്കേറ്റ് ചാർലി പോൾ, സംസ്ഥാന സെക്രട്ടറി KCBC മദ്യവിരുദ്ധ സമിതി, കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന്. ശ്രീ ചാർലി പോൾ, ഇക്കാര്യത്തിൽ KCBC മദ്യവിരുദ്ധ സമിതി എടുക്കുന്ന നിലപാട് മുൻപ് 418 ബാറുകളുടെ ചർച്ച വന്ന സമയത്തും സർക്കാരിനെ കൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിലേക്ക് നയിച്ചിരുന്നു, അല്ലെങ്കിൽ അതൊരു ഭീഷണി പോലുമായിരുന്നു. സഭയ്ക്ക് സ്വാധീനമുള്ള രാഷ്ട്രീയ കക്ഷികൾക്കും KM മാണിയുടെ പാർട്ടിക്കടക്കം അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ മദ്യനയത്തിൽ നിന്നൊരു പിന്നോട്ട് പോക്കുണ്ടാകുന്നു എന്ന ഘട്ടത്തിൽ അതേ സമ്മർദ്ദം അത് ഉയർത്തിക്കൊണ്ട് ഈ സർക്കാരിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണോ സംഘടന ലക്ഷ്യമിടുന്നത്? ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കോട്ടയത്ത് നടന്ന സമ്മേളനത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. അവിടെ KM മാണി എന്നുള്ളൊരു പദം പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. KM മാണി സാറേ കോഴ വാങ്ങിച്ചു എന്നുള്ളൊരു പദം ഉപയോഗിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ മദ്യവിഷയത്തിൽ സഭയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, KCBC വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അത് ഘട്ടം ഘട്ടമായി മദ്യരോധം തന്നെയാണ്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനെ സംബന്ധിച്ച് സമ്പൂർണ്ണ മദ്യരോധം നമ്മൾ പറയുന്നില്ല. നേരെ മറിച്ച് ഈ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച ഒരു ത്രിമാന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മദ്യരോധം കൊണ്ടുവരണം. കാരണം ഇവിടെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, കുടിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ 3 മാർഗ്ഗങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന് ഡിമാൻഡ് റിഡക്ഷനാണ്, 2 റിസ്ക് റിഡക്ഷനാണ്, 3 സപ്ലൈ റിഡക്ഷനാണ്. ഡിമാൻഡ് എന്ന് പറയുന്നത് ബോധവൽക്കരണത്തിലൂടെ പുതിയ തലമുറ അതിലേക്ക് പോകരുത്. രണ്ടാമത് റിസ്ക് റിഡക്ഷനാണ്. കുടിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 12 ലക്ഷത്തിലേറെ ആളുകളുണ്ട്, അവരെ ചികിത്സിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ പുതിയ ആളുകൾ ഇതിനകത്ത് പോകാതിരിക്കുകയും ഇപ്പോൾ നിലവിൽ ചികിത്സിച്ച് മാറ്റുകയും ചെയ്യാനുള്ള സമയം വേണ്ടി വരും. അപ്പോൾ ഇത് പോകുന്നതോടൊപ്പം തന്നെയാണ് സപ്ലൈ റിഡക്ഷൻ എന്ന് പറയുന്ന ലഭ്യത കുറയ്ക്കേണ്ട ഒരു നിലപാടിലേക്ക് സർക്കാർ വരേണ്ടത്. അപ്പോൾ അതിന് ഈ ഗവൺമെൻറ് ഘട്ടം ഘട്ടമായ മദ്യരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പുറകോട്ട് പോകുന്നത് KCBC മദ്യവിരുദ്ധ സമിതിയെ സംബന്ധിച്ച് ആശങ്ക ഉളയാക്കുന്നുണ്ട്. ആ പിന്നോട്ട് പോകലിൻ്റെ ശ്രമമുണ്ടെങ്കിൽ അത് ഓർമ്മപ്പെടുത്താനും ആ പുറകോട്ട് പോക്കൽ കേരളത്തിലെ ജനം ആഗ്രഹിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താനുമുള്ള നടപടികളുമായി KCBC മദ്യവിരുദ്ധ സമിതി മുന്നോട്ട് പോകും. അതിൻ്റെ ശ്രമമാണ് തുടങ്ങുന്നത്. ശ്രീ പി സി ജോർജ്, എന്തുകൊണ്ട് സമ്മർദ്ദമുണ്ടാകുന്നില്ല? നേരത്തെ ക്ലിമീസ് ബാവ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സർക്കാരിൻ്റെ അന്ത്യം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ സർക്കാർ ഇങ്ങനെയൊരു മദ്യനയം എടുക്കാൻ വേണ്ടി വലിയ തോതിൽ പ്രേരിപ്പിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെട്ടിരുന്നു. കേരള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് സഭയുടെ നിലപാടിന് അനുസൃതമായി നിലപാട് പരുവപ്പെടുത്തേണ്ടി വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ സർക്കാർ വീണ്ടും ഒരു മദ്യനയത്തിലെ പുനരാലോചന തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഇത്ര ശക്തമായ നിലപാടെടുക്കുന്നത് സഭ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, സർക്കാർ സമ്മർദ്ദത്തിലാകുന്നില്ലേ എന്ന്. കേരളത്തിലെ സഭ എന്ത് തീരുമാനം എടുക്കുന്നുള്ള കേരള കോൺഗ്രസിന് അറിയേണ്ട കാര്യം, അത് സഭയുടെ കാര്യം. സഭയെടുക്കുന്ന തീരുമാനം നടപ്പാക്കുന്ന ഒരു കേരള കോൺഗ്രസ് ഏറ്റെടുത്തിട്ടില്ല എന്ന് വളരെ വിനയപരിസരം അറിയിക്കട്ടെ. പക്ഷേ കേരള കോൺഗ്രസിൽ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയെല്ലാം കേരള കോൺഗ്രസ് അല്ല, കേരള കോൺഗ്രസ് എല്ലാവരും ക്രിസ്ത്യാനിയല്ല. ഇനി മേലിലെങ്കിലും ഇങ്ങനെ അബദ്ധം പറയാതിരിക്കുക നിങ്ങൾ ആദ്യം. പിന്നെ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം,
കേരള കോൺഗ്രസ് പാർട്ടി ഉൾപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ച മദ്യനയത്തിൽ നിന്നും ഒരിഞ്ച് പോലും പുറകോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും മാധ്യമങ്ങളോ ഏതെങ്കിലും സഭയോ ഏതെങ്കിലും സമുദായമോ ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിക്ക് വഴങ്ങാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ നയം വളരെ വ്യക്തമാണ്. എന്നാൽ തർക്കം 418 പറയട്ടെ, 418 ബാറുകൾ ഞങ്ങൾ പൂട്ടി, 310 പൂട്ടാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. ആര് പറഞ്ഞാലും അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ 5 സ്റ്റാർ ഹോട്ടൽ അല്ലാതെ വേറൊരു ഹോട്ടലും വേണ്ട, മദ്യം വേണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ആ തീരുമാനം നിലനിൽക്കുമ്പോൾ ആരുടെ ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ യൂണിയൻ മുന്നിലുള്ള തീരുമാനമാണത്, അത് നടപ്പാക്കും. ശരി ശ്രീ പി.സി. ജോർജ് പറയട്ടെ, ജനം അറിയട്ടെ സത്യം. ഇനി ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ഒന്നേ ഉള്ളൂ. എന്താണ്? ബാർ ഹോട്ടലുകൾ പോലെ തന്നെ ഇവിടെ ക്ലബ്ബുകളും അതുപോലെ തന്നെ ക്ലബും അതുപോലെ ചില സ്ഥാപനങ്ങളുമുണ്ട്, ഇത് മദ്യം വിളമ്പുന്ന സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ വൈനും ബിയറും പാർലറുണ്ട്. ഇതെന്ത് ചെയ്യണം? അതാണ് ഞങ്ങളുടെ മുമ്പുള്ള ചോദ്യം. അതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ UDF-ന്റെ 15-ാം തീയതി ചേരുന്ന യോഗത്തിൽ അത് ഞങ്ങൾ ചർച്ച ചെയ്തിരിക്കുക. വ്യത്യസ്ത കാഴ്ചപ്പാട് രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാം ഉണ്ട്. അതിന്മേലൊരു അഭിപ്രായ സമിതി ഉണ്ടാക്കി ഞങ്ങൾ തീരുമാനമെടുക്കും. അതിനകത്ത് കേരള കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്ത കാര്യം, ഇപ്പോൾ നമ്മുടെ കള്ള് നിരോധിച്ചിട്ടില്ല. കള്ളിനകത്ത് 17% ആൽക്കഹോളുണ്ട്. അത് കള്ള് നിരോധിക്കാൻ നമുക്ക് കഴിയില്ല. പാവപ്പെട്ട തൊഴിലാളികളുടെ ചെത്തുകാരുടെ കച്ചവടക്കാരുടെ പ്രശ്നമാണത്. പരമ്പരാഗത തൊഴിലാളി പ്രശ്നം എന്ന നിലയിൽ കള്ള് നിരോധിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ 17% വീര്യമുള്ള മദ്യമുള്ള ആൽക്കഹോളുള്ള കള്ള് നിരോധിക്കാതെ നിയമത്തിന് മുമ്പിലെ പ്രശ്നമാണ്. 10% ആൽക്കഹോളുള്ള വൈനും 7% ആൽക്കഹോളുള്ള ബിയറും എങ്ങനെ നിരോധിക്കും എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ശ്രീ പി.സി. ജോർജ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഒന്ന്, ബിയറും വൈനും നിരോധിക്കൽ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഇപ്പോൾ ഈ 418 ബാറുകൾ അടഞ്ഞു കിടക്കുകയാണ്. അവയടക്കമുള്ളവയ്ക്ക് ബിയർ വൈൻ ലൈസൻസ് കൊടുക്കുമോ എന്നുള്ളതാണല്ലോ. സമ്പൂർണ്ണ മദ്യ നിരോധനം ഘട്ടം ഘട്ടമായല്ലേ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കേൾക്കൂ, ഞങ്ങളുടെ മുമ്പുള്ള പ്രശ്നം പറഞ്ഞില്ലേ, കള്ള് നിരോധിക്കാതെ ബിയറും അതുപോലെ വൈനും നിരോധിച്ചാൽ ഒരു ഇന്ത്യൻ പൗരന് കോടതി പോകാൻ അവകാശമുണ്ട്. മനസ്സിലായോ? ഹലോ, കേൾക്കാം. അപ്പൊ കോടതി പോയി കഴിഞ്ഞാൽ കോടതി ചോദിക്കും മൗനാവകാശം. 17% കള്ള് കുടിച്ചു, 10% വൈൻ കുടിക്കേണ്ടെന്ന് പറഞ്ഞാൽ നോക്കും. 7% ബിയർ കുടിക്കേണ്ടെന്ന് എന്താ ന്യായം? കോടതി തിരിച്ചടിക്കും. അപ്പൊ കോടതിയുടെ മുമ്പിൽ കൂടി കുഴപ്പമില്ലാത്ത രീതിയിൽ കോടതി ഇടപെടലിൽ പോലും രക്ഷപ്പെടത്തക്ക രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മദ്യനയം എന്തോ, ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള മദ്യനയം എന്തോ അത് നടപ്പാക്കും. ഞാൻ മറ്റൊരു കാര്യം അതിനു മുൻപ് ശ്രീ പി.സി. ജോർജ്, ഈ പ്രഖ്യാപിച്ച മദ്യനയമുണ്ടല്ലോ, അതിൽ ചില പ്രായോഗിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പ്രായോഗിക വശം കൂടി സർക്കാരിന് പരിഗണിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഒപ്പം തൊഴിൽ പ്രശ്നവും സർക്കാരിന് മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഈ പ്രായോഗിക പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ട് സർക്കാരിന്റെ മദ്യനയത്തിൽ മാറ്റം വരുത്തുമ്പോൾ, അങ്ങനെ മാറ്റരുതെന്നാണ് VM സുധീരനും സഭയും ഒക്കെ നിലപാടെടുക്കുന്നത്, അത് ഏതൊക്കെ തരത്തിലുള്ള മാറ്റമായിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. ആ മാറ്റം എന്ത് എന്ന് ഭയപ്പെട്ടിട്ടാണ് ഇപ്പോൾ സഭ ഇങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നത്. ഭയം നോക്കിയല്ല UDF തീരുമാനിക്കുന്നത്, ശരി നോക്കിയാ. ആരെങ്കിലും ഓടിയാണ് ഞാൻ ഭയപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം പറയാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല. UDF ചർച്ച ചെയ്യും, ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇപ്പോൾ ഞങ്ങളുടെ മുമ്പുള്ള പ്രശ്നം ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫോറിൻ ലിക്കർ കടകൾ മുഴുവൻ ഞങ്ങൾ നിർത്തി അതിന് 5 സ്റ്റാർ ഹോട്ടലല്ലാതെ ഒരു കാരണവശാലും മദ്യം ഞങ്ങൾ അനുവദിക്കില്ല. അത് എഴുതിയിട്ടോളൂ. അല്ല, അത് വ്യക്തമാണല്ലോ. അത് താങ്കൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഞായറാഴ്ച ഡ്രൈ ഡേ ആണല്ലോ. ഡൊമിനിക് പ്രസന്റേഷൻ സബ്മിഷൻ കൊണ്ടുവരാൻ ഒരുങ്ങിയതാണ്. പിന്നീട് അത് മുഖ്യമന്ത്രി ഇടപെട്ട് പിൻവലിച്ചു. അല്ലെങ്കിൽ അദ്ദേഹം അതുമായി മുന്നോട്ട് പോകില്ല. ഞായറാഴ്ച ഡ്രൈ ഡേ ടൂറിസത്തെ കണക്കിലെടുത്ത് ഒഴിവാക്കാൻ ആലോചിക്കുന്നുണ്ടോ? ഈ പൂട്ടിയ ബാറുകളിലൊക്കെ ബിയർ വൈൻ കൊടുക്കാൻ ആലോചിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് മദ്യനയത്തിലെ വെള്ളം ചേർക്കലായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ എന്താണ് UDF-ന്റെ തീരുമാനം എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. മണിമണി ഉത്തരം പറഞ്ഞു. പിന്നെന്താ നിങ്ങൾക്ക് ഇത്ര വിഷമം? അങ്ങ് കൊടുത്തേ വേറെ ചർച്ച ചെയ്യണ്ട. ഞായറാഴ്ച ഡ്രൈ ഡേ മാറ്റണോ എന്നുള്ള കാര്യം കഴിഞ്ഞ UDF വെച്ച് മാറ്റണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷേ കഴിഞ്ഞ നിയമസഭയിൽ തിങ്കളാഴ്ച ദിവസം ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയോട് ഞാൻ ചോദിച്ചു, ഡ്രൈ ഡേക്ക് തലേ ദിവസത്തെ കിറ്റ് വരെ എത്ര? അപ്പൊ പറഞ്ഞു 40% വർധനവ്. മനസ്സിലായോ? 100 രൂപ വിറ്റെടുത്ത് 140 രൂപ ശനിയാഴ്ച, ഞായറാഴ്ചത്തെ കുറവാ. അപ്പൊ അതിന്റെ പേര് വരുന്നത് എന്താ? ശനിയാഴ്ച ദിവസം കൊണ്ടുപോയി ഡ്രൈ ഡേ ആക്കിയത് കൊണ്ട് ഈ ആളുകളെല്ലാം വീട്ടിൽ കൊണ്ട് മദ്യം വെച്ച് പെണ്ണുകൾക്ക് കിടക്കാൻ മേലെ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളുടെ പരുവാക്കാണ്. സ്ത്രീകളുടെ പരാതി 100 കണക്കിന് കിട്ടിക്കൊണ്ടിരിക്കുക. ഈ ഡ്രൈ ഡേ ആക്കിയത് കൊണ്ട് വീട്ടിൽ മദ്യപാനം തുടങ്ങിയിരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഞങ്ങൾ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു പോയി. അതുകൊണ്ട് അത് ഞങ്ങൾ 15-ാം തീയതി ചർച്ച ചെയ്യാം.
അത് മാറ്റാൻ ഞങ്ങൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ട് പ്രഖ്യാപിച്ചു പോയവർ മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അത് എന്തെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല. അത് 15-ാം തീയതി എല്ലാവരും കൂടി തീരുമാനിക്കും. ശരി, ആയിക്കോട്ടെ, ദയവായി തുടരുക. ശ്രീ വി എസ് സുനിൽകുമാർ, ഇവിടെ സർക്കാരിന്റെ മദ്യനയത്തിൽ പോരായ്മകളുണ്ട്, അതിൽ അപ്രായോഗികമായ വശങ്ങളുണ്ട് എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഇപ്പോൾ സർക്കാർ ആ പ്രായോഗിക വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ നയത്തിൽ ഒരു മാറ്റം വരുത്താൻ ഒരുങ്ങുമ്പോൾ ഇതാ മദ്യലോബിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അഴിമതി നടക്കുന്നു, കോഴ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയുള്ള നീക്കമാണ് എന്നൊക്കെ ആക്ഷേപിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിൽ കൃത്യമായി എന്താണ് ഈ സർക്കാർ ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശിക്കാൻ പ്രതിപക്ഷത്തിനാകുന്നുണ്ടോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോൾ ഇടതുപക്ഷത്തിന്റെ സർക്കാരാണെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ ഇതല്ലാതെ? ഞങ്ങൾ ഇങ്ങനെ സാഹചര്യം ഉണ്ടാക്കില്ല. പിന്നെ ഇവിടെ പി സി ജോർജ് പറയുന്നതിന്റെ ഉള്ളിൽ തന്നെ വളരെ വ്യക്തമായി മദ്യലോബിയെ സഹായിക്കാനുള്ള വ്യക്തമായ നീക്കമുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ വ്യക്തമാക്കി തരാം. എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യം? എന്താ, കള്ളിൽ 17% പിന്നെ മദ്യമുണ്ട്, വൈനിലും ബിയറിലും കള്ളിനേക്കാൾ കുറവാണ്. കള്ള് നിരോധിക്കാതിരിക്കുകയും പിന്നെ വൈനും പിന്നെ ഇത് നിരോധിക്കുന്ന ശരി, അങ്ങനെ വരികയാണെങ്കിൽ ഭരണഘടനാപരമായി ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഭരണഘടനാപരത്തിലെ ആർട്ടിക്കിൾ അനുസരിച്ചുള്ള കാര്യം അവർ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് ഭരണഘടനാപരമായി പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ബാറുടമസ്ഥന്മാർ ചൂണ്ടിക്കാണിക്കാമല്ലോ. ബിവറേജസ് കോർപ്പറേഷനിലൂടെ വീര്യം കൂടിയ മദ്യം വിൽക്കാമെങ്കിൽ എന്തുകൊണ്ട് ബാറിലൂടെ വീര്യം കൂടിയ മദ്യം വിൽപ്പന നടത്തിക്കൂടാ എന്ന ഡിസ്ക്രിമിനേഷൻ അവർക്ക് ഉയർത്താൻ പറ്റില്ലേ? 5 സ്റ്റാർ ഹോട്ടൽ മദ്യം വിൽക്കാമെങ്കിൽ എന്തുകൊണ്ട് 4 സ്റ്റാർ ഹോട്ടൽ മദ്യം വിൽക്കാൻ കഴിയില്ല എന്ന ചോദ്യം ഉയർത്തിയപ്പോഴാണ് ഡിസ്ക്രിമിനേഷന്റെ പേരിൽ 4 സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത്. അതേ ഡിസ്ക്രിമിനേഷൻ തന്നെ 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് ഉന്നയിക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ തന്നെ കോടതിക്ക് മുൻപിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നം എന്ന് പറയുന്നത് ഭരണഘടനയിലെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അനുസരിച്ചാണ് അവർക്ക് ബാർ തുറന്നു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കള്ളിന്റെ മേൽ ചാരി വൈനിനെയും പിന്നെ ബീർ പാറിനെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പോലെ മറ്റ് ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ബിവറേജ് കോർപ്പറേഷന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവര് ബാറുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആസൂത്രിതമായ നീക്കം. ഇവിടെ സത്യം പറഞ്ഞാൽ ബാർ അടയ്ക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വെച്ചത് മദ്യനിരോധനം മദ്യവർധനം കൊണ്ടുവരണമെന്ന ശാസ്ത്രീയമായ ഒരു ആലോചനയും ചർച്ചയും നടത്തി ഗവൺമെന്റ് നയമാക്കി കൊണ്ടുവന്നതല്ല എന്ന കാര്യം ഇവിടുത്തെ എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാം. അതിന്റെ പിന്നിൽ കോടിക്കണക്കിന് ഇവിടെ കോഴ നടന്നിട്ടുണ്ട് എന്ന കാര്യം പി സി ജോർജിനും അറിയാം. ഇവിടെ കൈക്കൂലി കൊടുത്ത ബിജു രമേശിനും അറിയാം, പ്രസംഗിച്ച ബിഷപ്പിനും അറിയാം, ഈ നാട്ടിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും അറിയാം. ഈ കോൺഗ്രസ് പിന്നെ UDF നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ മദ്യനയത്തിന്റെ പേരിൽ വൻ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന കാര്യം. തെളിവ് കൊടുക്കാൻ തയ്യാറാവാത്തതിന്റെ കാര്യം എന്താണ്? കൈക്കൂലി കൊടുത്തവർ ഒരിക്കലും തെളിവ് കൊടുക്കാൻ പോകുന്നില്ല. കൈക്കൂലി കൊടുത്തവർ തെളിവ് കൊടുത്താൽ തന്നെ അവർ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടാം. ഫാദർ എബ്രഹാം കാവിൽപുരയിടം, സർക്കാരിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ നോക്കേണ്ടതുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ 20,000 കോടി വരുമാനമുള്ള മേഖലയാണ് ടൂറിസം. അത് ചെറിയ കാര്യമല്ല. ആ മേഖലയിലുള്ള ആളുകൾ, ഇവിടുത്തെ ഹോട്ടലുകളിലെ ബുക്കിംഗ് നഷ്ടപ്പെടുന്നത്, കോൺഫറൻസുകൾ മാറിപ്പോകുന്നത്, ആ മേഖല തന്നെ മാന്ദ്യത്തിലേക്ക് വളരുന്നത് കേരളത്തിൽ വളർച്ചയുള്ള അപൂർവ മേഖലകളിൽ ഒന്നാണ് എന്ന് നോക്കണം. അപ്പോൾ അത് സർക്കാരിൻ്റെ ഒരു കൺസേൺ ആണ്. അതുപോലെ തന്നെ ആണ് മറ്റ് വിഷയങ്ങൾ, തൊഴിൽ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ. സർക്കാരിന് അതിൻ്റെ നയം പുനരവലോകനം ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ടല്ലോ. അതിനെ പുറത്തുനിന്ന് സമ്മർദ്ദം കൊണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ തടഞ്ഞു നിർത്തുക എന്നുള്ളതൊക്കെ എങ്ങനെ സാധ്യമാകും? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ജനാധിപത്യ സംവിധാനത്തിൽ സമ്മർദ്ദം എന്നുള്ളത് എന്താ വലിയ മഹാപാപം വല്ലതും ആണോ? അന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സമ്മർദ്ദം ചെലുത്തുന്നതെങ്കിൽ പൊതുജനത് മനസ്സിലാക്കുകയും സമ്മർദ്ദം ചെലുത്തുന്നവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമല്ലോ. അപ്പൊ ഏതെങ്കിലും സംവിധാനമോ വ്യക്തിയോ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിൽ അത് പൊതുജനം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് നന്മയുടെ പക്ഷത്തു നിന്നുള്ള സമ്മർദ്ദമാണ്. അങ്ങനെയെങ്കിൽ സർക്കാർ എടുക്കുന്ന തീരുമാനം തെറ്റാണ്. തെറ്റായിട്ടുള്ള തീരുമാനം സർക്കാർ തിരുത്തണം. അപ്പൊ സമ്മർദ്ദം എന്നുള്ളതിനെ നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് പറയരുത്. ഏത് കാര്യത്തിൽ ആര് സമ്മർദ്ദം ചെലുത്തുന്നു? ഇപ്പോഴത്തെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞു, ഇവിടെ ഈ നാട്ടിലെ ഏറ്റവും വലിയ കൺസേൺ വിനോദസഞ്ചാരം. ഇവിടെ മദ്യമൂലം നഷ്ടപ്പെടുന്ന ബഹുമാനപ്പെട്ട പി സി ജോർജ് പറഞ്ഞതുപോലെ മദ്യമൂലം കഷ്ടപ്പെടുന്ന എത്ര കുടുംബങ്ങളുണ്ട്, എത്ര സമൂഹങ്ങളുണ്ട്. 100 രൂപയ്ക്കുള്ള 140 രൂപയുടെ കച്ചവടം നടത്തി ശനിയാഴ്ച വൈകുന്നേരം അവൻ അവിടെ കുടുംബത്തും സമൂഹത്തിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന മദ്യമൂലം നശിക്കുന്ന ഒരു സമൂഹത്തിന്റെ വേദനയൊന്നും ഈ ടൂറിസം പ്രചരിപ്പിക്കുന്നവർക്ക് അതിന് ലാഭം കൊയ്യുന്നവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, സമൂഹത്തിന്റെ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് സർക്കാരിന് ഉണ്ടാകേണ്ടത്. അങ്ങനെയല്ല ഉണ്ടാകുന്നതെങ്കിൽ, മറ്റു താല്പര്യങ്ങളാണ് സംരക്ഷിക്കേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും പൊതുജന നന്മ ആഗ്രഹിക്കുന്നവര് അതിന് നേതൃത്വം കൊടുക്കുന്നവർ സമ്മർദ്ദം ചെലുത്തും. അഡ്വക്കേറ്റ് ചാർലി പോൾ, എന്തായാലും മദ്യനയത്തിന്മേലുള്ള ചർച്ച മദ്യക്കോഴയിലെത്തുകയും അത് ഈ പരുവത്തിലേക്കൊക്കെ ആവുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോഴും അതിലൊരു സൊല്യൂഷൻ എത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിലാണ് സർക്കാർ മദ്യനയത്തിൽ അല്പം വെള്ളം ചേർക്കാം എന്ന് തീരുമാനിക്കുന്നത്. സർക്കാരിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ രാഷ്ട്രീയം ഒരു തരത്തിലും നിങ്ങൾക്ക് കേൾക്കേണ്ട എന്നാണോ? അല്ലല്ല, നമ്മളിവിടെ ഒരു വിഷയത്തെ അഭിഗ്രഹിക്കുമ്പോൾ ഏത് നിലപാട് സ്വീകരിക്കണം,
ഒരു പൊതു നന്മ ലാക്കാക്കിയിട്ടുള്ള ഒരു നിലപാട് മാത്രം സ്വീകരിക്കാനേ ഗവൺമെൻറ് സാധിക്കുകയുള്ളൂ. അവിടെ മഹാത്മാഗാന്ധി പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ഈ രാജ്യത്തെ ദരിദ്രനാരായണനെ ഏത് വിധത്തിൽ ബാധിക്കുമെന്ന് കണ്ടിട്ട് വേണം തീരുമാനമെടുക്കാൻ. ഇവിടെ സർക്കാരും തന്നെ പ്രഖ്യാപിത ഒരു മുദ്രാവാക്യമുണ്ട്, എല്ലാ KSRTC ബസ്സുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു തുള്ളി മദ്യം 1000 തുള്ളി കണ്ണീരെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ 730 ബാറുകാരുടെ കണ്ണീരാണോ? ഇവിടെ ലക്ഷോപലക്ഷം പേര് കുടുംബങ്ങളിലെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കണ്ണീരുണ്ട്. ഇവിടെ 12.5 ലക്ഷം പേര് ദിവസവും ക്യൂ നിന്ന് ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങി കുടിക്കുകയാണ്. അവിടെ കുടുംബങ്ങൾ എടുത്തു നോക്കുക, ആ കുട്ടികളെ എടുത്തു നോക്കുക, ആ തലമൊന്ന് എടുത്തു നോക്കിയേ. അപ്പോൾ ആ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടെ ലാക്കാക്കേണ്ടത് 730 ബാറുകാരുടെ കണ്ണീരാണോ, കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കണ്ണീരാണെന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ നമ്മൾ പൊതുധർമ്മം നാക്കാക്കിയിട്ടുള്ള ജനക്ഷേമകര പദ്ധതി ആവിഷ്കരിക്കാനാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരിക. ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, ശ്രീ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം, മദ്യത്തിലുള്ള വരുമാനം ഞങ്ങൾ കണക്കാക്കുന്നില്ല. രണ്ടാമത് മദ്യം ഇവിടെ ഒഴുക്കുന്ന മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യമാകുന്ന പണത്തിൻ്റെ 4 ഇരട്ടി തുക ഇതിൻ്റെ ഭവിഷ്യത്തിനെ നേരിടാൻ വേണ്ടി ഗവൺമെൻറ് ചെലവാക്കുന്നുണ്ടെന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ തരത്തിലൊരു നീക്കത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ ധനപരമായൊരു നഷ്ടമൊന്നും കേരളത്തിൽ ഉണ്ടാകുന്നില്ല. 1985 ബീവറേജ് ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ ഈ മദ്യവിൽപ്പന സർക്കാർ ഏറ്റെടുക്കുമ്പോൾ 55.5 കോടി രൂപയാണ് സർക്കാർ വരുമാനം ഉണ്ടായുള്ളൂ. മാറി മാറി വന്ന ഗവൺമെൻറ്റാണ് മദ്യത്തെ ഒരു വരുമാന പ്രക്രിയയായി മാറ്റിയത്. അതുകൊണ്ട് ഈ വരുമാന പ്രക്രിയയായിട്ട് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ അവിടുത്തെ നമ്മൾ കാണാൻ കഴിയുക. അപ്പോൾ ഈ മദ്യത്തിലുള്ള വരുമാനത്തിൻ്റെ എത്രയോ ഇരട്ടി ജനങ്ങളൊക്കെ ദൂഷ്യമായിട്ടുള്ള വരുന്ന വിഷയങ്ങൾ നേടാൻ വേണ്ടി എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് തന്നെ ഇത് അത്യന്തികമായി ലോകത്തൊരു മനുഷ്യനും ഗുണകരമല്ല എന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കണം. രാജ്യത്ത് ഗുണകരമല്ലാത്ത 2 ബിസിനസ്സുള്ള ഒന്ന് പുകയിലാണ്, 2 മദ്യപാനമാണ്. അതാണ് KCBCയുടെ നിലപാട്. ഫാദർ അബ്രഹാം കാവിൽപുരയിടം ആദ്യം 418 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകാതിരുന്നത് മുതൽ ഇങ്ങോട്ട് ബാർ ഉടമകൾ ആക്ഷേപിച്ചതുപോലെ ഈ സർക്കാർ കോഴ വാങ്ങാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതും അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു എന്നും അതിൻ്റെ പരിണിത ഫലമായാണ് പല വിവാദങ്ങൾ വന്നത് എന്നും സഭയ്ക്ക് തോന്നുന്നുണ്ടോ? ഈ ചോദ്യത്തിന് ഒരു സഭാ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഇവിടെ സഭ ഉന്നയിക്കുന്ന KCBC മദ്യവിരുദ്ധ സമിതി ഉന്നയിക്കുന്ന പ്രശ്നം വളരെ വ്യക്തമാണ്. സമൂഹത്തെ നശിപ്പിക്കുന്ന, സംസ്കാരത്തെ ഇല്ലാതാക്കുന്ന, മനുഷ്യത്വം ഇല്ലാതാക്കുന്ന മദ്യത്തിന്റെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുക, സമൂഹത്തെ രക്ഷിക്കുക. അല്ല, അതൊക്കെ വ്യക്തമാണല്ലോ. ഞാൻ ചോദിക്കുന്നത് ഈ സർക്കാരിനെ സംബന്ധിച്ച്, ഈ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം സഭയ്ക്കുണ്ടോ എന്നാണ്. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ച് KCBC മദ്യവിരുദ്ധ സമിതിക്കോ സഭയ്ക്കോ സംശയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യ സംവിധാനത്തിൽ ഏതൊരു ലക്ഷ്യമാണോ നേടേണ്ടത് ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളിലൂടെ എല്ലാ സംഘടനകളും സംവിധാനങ്ങളും പ്രവർത്തിക്കും. അത് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ നിന്ന് വേണ്ടപ്പെട്ടവർ വ്യതിചലിക്കുന്നു എന്ന് തോന്നുമ്പോൾ സമ്മർദ്ദം ഉപയോഗിക്കും. അവരോട് പറയും, നിങ്ങൾ ചെയ്യേണ്ടത് ജനനന്മയാണ്, അത് നടപ്പിൽ വരുത്തുക. ഇത് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമുക്കിപ്പോ സർക്കാർ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇവിടെ സർക്കാരിന്റെ പ്രായോഗികതയിൽ അടിസ്ഥാനപ്പെടുത്തിയ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ മാത്രമേ ഉള്ളൂ. അതാണല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ സൂചനകൾ ഉണ്ടെങ്കിൽ ആ സൂചനകൾക്കൊരു മുന്നറിയിപ്പായിട്ടാണ് പിതാവ് എന്ന് പറഞ്ഞത്. റൈറ്റ്, അങ്ങനെയുള്ള മുന്നറിയിപ്പാണ് എന്തായാലും സഭ സർക്കാരിന് നൽകുന്നത്. ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോക്കുണ്ടായാൽ പ്രത്യാഘാതം ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് കത്തോലിക്ക സഭയും നൽകുമ്പോൾ മദ്യവിഷയത്തിൽ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണോ പോകുന്നത്? അത്തരത്തിലുള്ള സൂചനകളാണ് വരുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഫാദർ എബ്രഹാം കാവിൽപുരയിടം, അഡ്വക്കേറ്റ് ചാർലി പോൾ, ശ്രീ VS സുനിൽകുമാർ, ശ്രീ PC ജോർജ്.